വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ മഴക്കാലത്തും ഓരോ വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്തും ഇത്തരത്തിൽ നഗരസഭ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പവും വരില്ല, വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്ത് വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ അടക്കം ഈ ഒരു ഇത്തരത്തിൽ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാതായി അതിന്റെ തിരച്ചിലിലേക്ക് ഇറങ്ങുമ്പോഴാണ് എത്രത്തോളം ഗുരുതരമായ രീതിയിലാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഈ മാലിന്യം കുന്നുകൂടിയിട്ടുള്ളത്. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം കുന്നുകൂടിയിട്ടുള്ളത്, എത്ര കാലമായി ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കൂടുതലായി ഇറങ്ങി ചെല്ലുന്നത് എന്നതുകൂടിയുണ്ട്. വിനോദ, ഇനി നമ്മൾ ഈ തെരച്ചിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ഒരു സാധ്യത, അതായത് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ടണലിൽ വിചാരിച്ച ദൂരത്തേക്ക് എത്താം എന്ന തരത്തിൽ രക്ഷാസംഘത്തിനൊരു ആലോചന അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടോ? ഇത് അധികൃതർ പറയുന്നത് പോലെ, മേയറോ അല്ലെങ്കിൽ MLA-യോ റെയിൽവേയുടെ അധികൃതരോ പറയുന്നത് പോലെ തർക്കത്തിനുള്ള ഒരു സമയമല്ല. എങ്കിൽ തന്നെയും കഴിഞ്ഞ മഴക്കാലങ്ങളിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്തതാണ്. കണ്ണമ്മൂലയിൽ കൃത്യമായി, അതായത് വെള്ളം കയറുന്ന പ്രദേശമാണ് കണ്ണമ്മൂല, അവിടെ നഗരസഭയുടെ ജോലി കൃത്യമായി നിറവേറ്റിയിരുന്നു. ജഗതി കിള്ളിപ്പാലം മേഖല, അവിടെ സ്ഥിരമായി വെള്ളം കയറുന്ന മേഖലയാണ്. അവിടെ കൃത്യമായി ഡ്രഡ്ജിങ് നടന്നിരുന്നു, ചെളി മാറ്റിയിരുന്നു, അവിടെ വെള്ളമൊഴുക്കിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തമ്പാനൂർ എങ്ങനെയാണ് വെള്ളത്തിനടിയിലാകുന്നത് എന്ന് ചോദിച്ചാൽ, തമ്പാനൂരിൽ ഉള്ള റെയിൽവേയുടെ അധീനതയിൽ ഉള്ള ഈ പറയുന്ന പ്രദേശത്ത് 117 മീറ്റർ ടണലും അതുമായി ചേർന്ന് നിൽക്കുന്ന റെയിൽവേ ഭൂമിയും അവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കാലങ്ങളായി ആ മാലിന്യം ആ ടണലിൽ അടിഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ് തമ്പാനൂരിനെ മുക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ണമ്മൂലയിലോ അല്ലെങ്കിൽ പല മേഖലകളിൽ, ഈ പാറ്റൂരോ കണ്ണമ്മൂലയോ അല്ലെങ്കിൽ വെൺപാലവട്ടത്തോ ആ പ്രദേശങ്ങളിലൊക്കെയും ഡ്രഡ്ജിങ് നഗരസഭ നടത്തുന്നുണ്ട്, അവിടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് തമ്പാനൂർ വെള്ളത്തിലാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ ഉത്തരം ഈ മാലിന്യമാണ്. ആമയിഴഞ്ചാൻ തോട് ആക്കുളം കായലിൽ ചെന്നു ചേരുന്ന സ്ഥലം വരെ പല സ്ഥലങ്ങളിലും കൃത്യമായി അവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, കയ്യേറ്റങ്ങളുണ്ട്. എങ്കിൽ തന്നെയും നഗരസഭ അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ട്. ആ ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ അവിടെ വലിയ വെള്ളക്കെട്ടോ വെള്ളപ്പൊക്കമോ ഉണ്ടാകാതെ കാര്യങ്ങൾ ഒരു പരിധി വരെ ശരിയായി പോകുന്നു. കയ്യേറ്റങ്ങളുണ്ട്, ഓടകൾ അടഞ്ഞിട്ടുണ്ട്, തെറ്റിയാർ തോട് ഉൾപ്പെടെ നമുക്കറിയാം. കഴക്കൂട്ടത്ത് തെറ്റിയാർ തോട് ഉൾപ്പെടെ കയ്യേറി വലിയ മന്ദിരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം മുതൽ ഒരുപക്ഷെ പേട്ട വരെയോ മുട്ടത്തറ വരെയോ ഉള്ള പ്രദേശങ്ങളിൽ ബൈപ്പാസിന് സമീപം എന്തുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെയുള്ള പഴയ ഓടകൾ മുഴുവൻ പുതിയ മന്ദിരങ്ങൾ വരുമ്പോൾ കെട്ടിയടക്കുകയാണ്. പക്ഷേ തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണം ഈ റെയിൽവേ ഭൂമിയിൽ ഇത്രയധികം മാലിന്യങ്ങൾ അടിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം JCBയുടെ സഹായത്തോടെ വലിയ നെറ്റിൽ ടൺ കണക്കിന് മാലിന്യമാണ് നീക്കം ചെയ്യേണ്ടി വന്നത്. കമ്പിവേലി പൊളിച്ച് JCB കൊണ്ടുവന്ന് വലിയ നെറ്റിൽ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെ പ്രയത്ന ഫലമായി ടൺ കണക്കിന് മാലിന്യമാണ് നീക്കിയത്. അവിടെയാണ് 3 സാധാരണ തൊഴിലാളികളെ നിയോഗിച്ച് ഈ മാലിന്യം നീക്കാനുള്ള കണ്ണിൽ പൊടിയിടുന്ന നടപടി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തട്ടിപ്പിന് വേണ്ടിയാണ് എന്ന് കൃത്യമായി പറയാം. ഈ 3 തൊഴിലാളികൾ മൺവെട്ടി കൊണ്ട് ഈ വേസ്റ്റ് വാരി മാറ്റിയാൽ എത്ര മാലിന്യമാണ് മാറുന്നത്, എത്ര പ്ലാസ്റ്റിക്കാണ് മാറുന്നത്, എത്ര അജൈവ മാലിന്യമാണ് അവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു ജീവന് വേണ്ടി നമ്മൾ തിരയുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയായി ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രകാലം ഈ മാലിന്യം ഇവിടെ അവശേഷിച്ചു? അത് നീക്കം ചെയ്യാൻ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? രാജഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു തോട് 35-ൽ ആണെന്നാണ് രേഖകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ റെയിൽവേ ലൈൻ, ആ പാളങ്ങളെല്ലാം ഓടുന്നത് ഈ ടണലിന് മുകളിലൂടെയാണ്. അതിനുശേഷം ഈ ടണലിനകത്ത് എന്ത് ശുചീകരണ പ്രവർത്തനമാണ് നടന്നത്? ഈ ടണൽ ശുചീകരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചോ? അതിനകത്ത് കയറിയ NDRFന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് വലിയ മരക്കഷ്ണങ്ങൾ, വലിയ കല്ലുകൾ, പ്ലാസ്റ്റിക് കൂന, അവർക്ക് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നു. അതിനർത്ഥം ഇവിടെ ചെലവഴിച്ച കോടികൾ, ഏറ്റവും ഒടുവിൽ വരെ ഈ ആമയിഴഞ്ചാൻ തോട് ശുദ്ധീകരിക്കുന്നതിന് സമീപകാലത്ത് 13 കോടി രൂപ ചെലവിട്ടു. ഈ കോടികൾ ചിലവിടുന്നതല്ലാതെ വെള്ളക്കെട്ടിൽ മനുഷ്യരെ തള്ളിയിടുന്നത് ഇത് ആരുടെ പിടിപ്പുകേടാണ്? നഗരസഭ അല്ലെങ്കിൽ നഗരസഭ കൃത്യമായ നടപടി സ്വീകരിക്കണം. റെയിൽവേ ആണെങ്കിൽ
റെയിൽവേ കൊണ്ട് അത് ചെയ്യിക്കാൻ നഗരസഭയ്ക്ക് സാധിക്കണം എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. ആര്യ. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നാളുകളായി തമ്പാനൂർ അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളൊക്കെ വെള്ളക്കെട്ടിലായിട്ടും എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ മാലിന്യ പ്രശ്നവും ഈ വെള്ളക്കെട്ട് ദുരിതവും ഒക്കെ അധികൃതർ നോക്കിക്കണ്ടത് എന്നതുകൂടിയാണ് ഈ ജോയിക്കായുള്ള തെരച്ചിലിൽ നമ്മൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ ആഴത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ കോടികൾ ചിലവിട്ടു, പുതിയ പല പദ്ധതികളും കൊണ്ടുവന്നു, വൃത്തിയാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എത്രത്തോളം കാര്യക്ഷമമായ ആ പ്രവർത്തനങ്ങളൊക്കെ നടന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല കോണിൽ നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഇത്രത്തോളം മാലിന്യം അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമായിട്ടും ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു അധികൃതർ എന്നുള്ളത് വലിയൊരു ചോദ്യമായി ചോദിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും. എന്തായാലും ഇവിടെ ഇപ്പോൾ നഗരസഭ റെയിൽവേയും റെയിൽവേ നഗരസഭയും ഒക്കെ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുമ്പോഴും ഇത് പഴിചാരാനുള്ള സമയമല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും മാലിന്യം അതിന്റെ പരിധിയൊക്കെ കടന്ന് എത്രയോ കാലങ്ങളായി കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അത് മാറ്റാൻ എത്രത്തോളം പ്രയാസകരമാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ 3 തൊഴിലാളികളെ മാത്രം നിയോഗിച്ചുകൊണ്ട് റെയിൽവേ ഇത്തരത്തിലൊരു ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളതും വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രത്തോളം ഗൗരവത്തോടെ മാത്രമേ ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണുന്നുള്ളൂ എന്നതാണ് സാഹചര്യം. എന്തായാലും മിഥുൻ ചേരുന്നുണ്ട് നമുക്കിപ്പോൾ. മിഥുൻ, ഏത് തരത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഏത് ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു? ഈ 118 മീറ്റർ ദൂരമുള്ള ഒരു തുരങ്കമാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഇനി എത്ര ദൂരം കൂടി താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട്? ഇനി എത്ര ദൂരം ബാക്കിയുണ്ട്? ആര്യ, അതായത് നിലവിൽ സ്കൂബ ഡൈവിംഗ് ടീം അവരുടെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ഇറങ്ങേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും അവർ ഇറങ്ങിച്ചെന്ന് അവിടെയൊക്കെ കൃത്യമായി പരിശോധിച്ചു. പക്ഷേ അവിടെയൊന്നും തന്നെ ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് ഈ അപകടം നടന്ന അവിടെ വലിയ രീതിയിൽ മോട്ടോർ പമ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ പ്രഷറിൽ വെള്ളം അകത്തേക്ക് അടിച്ചു കയറ്റുക. ആ വെള്ളത്തിന്റെ പ്രഷർ മൂലം ഈ മാലിന്യങ്ങളൊക്കെ തന്നെ ഈ ടണൽ വഴി മറുവശത്തേക്ക് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. അങ്ങനെ ഉള്ളപ്പോൾ അവിടെ ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്ന വഴി തന്നെ ജോലിയും പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇനി ആകെയുള്ളൊരു പോംവഴി. മറ്റ് സംവിധാനങ്ങളും തന്നെ എത്രത്തിക്കുകയും ഇപ്പോൾ തന്നെ കൃത്യമായ പരിശോധനകളും അതിൽ ഏറ്റവും പ്രധാനമായും സ്കൂബ ഡൈവിംഗ് ടീമിന്റെയും കൂടാതെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് അതിന് നമ്മൾ വലിയ രീതിയിൽ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം